DSCയുടെ തിയേറ്റർ ഡിസൈൻ ഫിലിമാണ്. അത് തിയേറ്ററിൽ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ഒരു ഹൊറർ പടം രാത്രിയിലേ കാണേണ്ടത്. വിനീതേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പ്രണവിന് ഇഷ്ടപ്പെട്ട ഒരു റോളുകൾ ഇനി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ ചില ആഗ്രഹങ്ങളുണ്ട്. എങ്ങനെയാ അത് ഡാർക്ക് ഷെയ്ഡുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രണവ് ആസ് എൻ ആക്ടർ ഹീസ് ഡൺ ദാറ്റ്. ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്തു ആ ക്യാരക്ടറിനെ. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രണവ് തന്നെയായിരുന്നു മൈൻഡിൽ അതെ, ഓത്തന്റിക് വേർഷൻ ഓഫ് ഹൊറർ ഒടിയൻ. മേ ബി ഇപ്പം അടുത്തതൊരു ലാലേട്ടൻ പടമാണെന്നുള്ള റൂമേഴ്സുകളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. സ്റ്റോറീസ് ഉണ്ട്, ബട്ട് അരുണിലേക്കും ജിമിനിലേക്കും. അരുണിനെ തന്നെ വെച്ചിട്ടാണ് എഴുതിയത്. അരുണിന്റെ ഒരു ഫിലിംസ് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു. പക്ഷെ അരുണിനെ എനിക്കറിയാം. ശരിക്കും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇത് അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുഭവിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കില്ലല്ലോ. അല്ല, ഞാൻ വല്ല തിയേറ്ററിൽ ഹോൾ ഓഡിയൻസ് ക്ലാപ്പ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിന് എൻട്രി ഉണ്ടായിരുന്നു. That's a connection. That's the only connection. പ്ലേയിങ്ങിൽ അങ്ങനെ ഒരു ഫിലിം ആക്കാനുള്ള പോസിബിലിറ്റി ഒരു വിൻഡോ ആണ്. RHU രാഹുൽ ഹൊറർ No universe. ഫേവറേറ്റ് ഷോട്ട് ഏതായിരുന്നു? The end shot. ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? I don't know. നമസ്കാരം. 1964 ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ഹൊറർ ചിത്രം സംഭവിക്കുന്നത്. പിന്നീട് ആ ജോണറിനൊപ്പം മലയാള സിനിമ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് ആ ജോണറിനൊപ്പം ഒരു യുവ സംവിധായകൻ്റെ പേരും കൂടെ സിനിമ പ്രേമികൾ ചേർത്ത് വായിക്കുന്നു, രാഹുൽ സദാശിവൻ. ഇന്ന് രാഹുൽ സദാശിവനാണ് ഡയസറിയുടെ വിശേഷങ്ങളുമായിട്ട്. നമസ്കാരം. നമസ്കാരം. ഈ ഡയസറിയുടെ ടീമിലൊരു റെഡ്നെസ് ഉണ്ട്. ഈ ബുക്ക് മൈ ഷോയിൽ ഓറഞ്ച് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണത്? ഭയങ്കര നല്ല ഫീലാണത്. ഹൗസ്ഫുൾസ് കാണുമ്പോൾ ഇറ്റ്സ് ഗുഡ്. നല്ല ഫീലാണ്. ഈ പ്രീമിയർ ഷോ ആരുടെ ഒരു പ്ലാൻ ആയിരുന്നു? തലേദിവസം രാത്രി പ്രീമിയർ ചെയ്യാ? പ്രീമിയർ ഷോ അത് പ്രൊഡ്യൂസറുടെ കോളായിരുന്നു. അത് ഹാലോവീനെ റിലീസ് ചെയ്യാന്നുള്ളതും പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. സോ പ്രീമിയർ ഷോസ് ഡെഫിനറ്റ്ലി ഒരു ഹൊറർ പടം രാത്രിയിലേ കാണേണ്ടത്, മോർണിംഗ് അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. പക്ഷെ അത് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് ഏർലി പ്രീമിയർ ഷോസ് ഒരുപാട് സ്ക്രീൻസ് ആഡ് ചെയ്തു. കാരണം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. അത് ആൾക്കാർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ സമയത്ത് വിനീതേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പ്രണവിന് ഇഷ്ടപ്പെട്ട ഒരു റോളുകൾ ഇനി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ പറയുന്നത് ഭയങ്കര ഡാർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ തിയേറ്ററിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഡയറക്ടർ ഇങ്ങനെ ഭയങ്കര ചോദിച്ചു എന്നിങ്ങനെ കേട്ടു, പ്രണവിന് ഇങ്ങനെ ഡാർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ പിന്നീട് അറിഞ്ഞത് അത് രാഹുൽ സദാശിവനാണെന്ന്, ആ ചിത്രം ഡയസറാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രണവ് തന്നെയായിരുന്നു മൈൻഡിൽ? അതെ, പ്രണവിൻ്റെ ആയിരുന്നു മൈൻഡിൽ. പ്രണവിൻ്റെ എഴുതിയ ക്യാരക്ടറാണത്. ഞാൻ ഇതേമാതിരി വിനീതമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ അപ്പൂനിങ്ങനെ ഡാർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, ഐഡിയ ഒന്ന് പോയി പിച്ച് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു കഥയുണ്ട്. ഞാൻ അങ്ങനെയാണ് പ്രണവിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് പ്രണവിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു കേട്ട്? അല്ല, അത് വളരെ ഏർലി സ്റ്റേജിലുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കഥ പറഞ്ഞപ്പോൾ അന്ന് മാറുമല്ലോ, ഒരു ഓവർ ടൈം. ഒരു കൊല്ലത്തിൽ കുറേ ചിലപ്പോൾ അതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ മാറും. സോ ഹാപ്പി ആയിരുന്നു ചെയ്യുക. കാരണം അത് പല ഷെയ്ഡ്സിലുള്ളൊരു ക്യാരക്ടർ, ഒരു സ്പോയിൽഡ് ബ്രാറ്റ്, റിച്ച് കിഡ്, നല്ലൊരു റിച്ച് ലൈഫ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നെഗറ്റീവ് ഷെയ്ഡാണ് തുടക്കത്തിൽ. സ്ലോലി ട്രാൻസ്ഫോമിങ് ഇൻ ടു എ മോർ ഗ്രൗണ്ടഡ് ക്യാരക്ടറിലേക്ക് വരുന്നതാണ്. സോ ഹി വാസ് എക്സൈറ്റഡ് ടു ഡു ഓൾ ദോസ് തിങ്സ്. ഈ ഭൂതകാലം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചതൊരു സാധാ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഇമോഷണൽ ജേണി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറിലായിരിക്കും പലരും എന്ന് വിചാരിച്ചാൽ രാത്രി ആൾക്കാർ ഇന്ന് കാണാൻ തുടങ്ങിയത്. പക്ഷെ അന്ന് കണ്ടു തീർത്ത അവർക്ക് പെട്ടെന്ന് അങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത് എങ്ങനത്തെ ആ ഒരു ഫാക്ടർ തന്നെ? കൺഫ്യൂസ് ചെയ്യിപ്പിക്കാന്നല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹൊറർ മേക്കിങ്ങിൻ്റെ ഒരു മേ ബി ഒരു ടെക്നിക്കാണ്. ജസ്റ്റ് ടു ഡിസീവ് ദി ഓഡിയൻസ് മാക്സിമം. അതിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റ് ആണെങ്കിൽ പോലും അത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോവുക ടുവേഴ്സ് ദി എൻഡ് എന്നുള്ളത്. ഇറ്റ് കെയിം ഇൻ റൈറ്റിംഗ് പ്രോസസ്സിൽ വരുന്ന സംഭവമാണ്. ഈ ലോങ് ഷോട്ടുകൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഡയറക്ടറാണ്. ഇപ്പോൾ ഭൂതകാലത്തിലൊക്കെ ഒരുപാട് ലോങ് ഷോട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഡയസറിയിലും അത് യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് സ്ക്രിപ്റ്റ് സ്റ്റേജിൽ അത് ലോങ് ഷോട്ട് അങ്ങനെയല്ല. സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ ലോങ് ഷോട്ട് അല്ല, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ വരില്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോൾ വരും. സ്റ്റോറി ബോർഡ് ചെയ്യുമ്പോഴൊക്കെയാണ് അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുന്നത്. പ്രീ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടാവും. ഈ സീന് ഇത്ര
ഷോർട്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും, ഈ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്താൽ നന്നായിരിക്കും. സോ അപ്പോൾ ക്യാമറമാനായിട്ട് സംസാരിക്കും, അതെങ്ങനെ ഈ ഒരു എത്ര ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു സീൻ എടുക്കാൻ പറ്റും എന്നുള്ളത്. അത് ഓവർ ഡിസ്കഷൻ. യു ടോക്ക് ടു എവ്രി വൺ ആൻഡ് ദെൻ ഫൈൻഡ് എ വേ ടു ഷൂട്ട് ഇറ്റ് വേറെ രീതിയിൽ. സോ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലല്ല, അത് സ്റ്റോറി ബോർഡ് സ്റ്റേജിലാണ് അത് വരുന്നത്. ഈ ബ്രഹ്മയുഗത്തിൻ്റെ ഒരു പ്രഷർ ശരിക്കും ഉണ്ടായിരുന്നു ഡയസറി ചെയ്യുമ്പോൾ? കാരണം ബ്രഹ്മയുഗം ഒരുപാട് പേര് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമ. പല ഡയറക്ടേഴ്സും ആര്യ സെൽവരാജൊക്കെ പറയുന്നുണ്ട് ശരിക്കും അങ്ങനെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റണമെന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ശരിക്കും ബ്രഹ്മയുഗം പ്രഷർ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്? ടു ഹാവ് എ സക്സസ് ഡെഫിനറ്റ്ലി എല്ലാ സിനിമയ്ക്കും നെക്സ്റ്റ് ഒരു ഫിലിം സക്സസ്ഫുൾ ആയതിനു ശേഷം അടുത്ത ഫിലിം വരുമ്പോൾ ടെൻഷൻ തന്നെയാണ്. അത് അൾട്ടിമേറ്റ്ലി അത് സ്ക്രീനിൽ ഫസ്റ്റ് ഷോ കഴിയുന്നവരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൺവിക്ഷനാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അത് വർക്കാവും, ഇത് സെറ്റാവും, ശരിയാവും എന്നുള്ള കൺവിക്ഷൻ ഫിലിം മേക്കർ, ഡയറക്ടർ ഷുഡ് ഹാവ്, പ്രൊഡ്യൂസർ ഷുഡ് ഹാവ്, ടെക്നീഷ്യൻസ് ഷുഡ് ഹാവ്. നമ്മൾ ബിലീവ് ചെയ്യണം ഈ ഒരു സംഭവം, ഈ സ്റ്റോറി പറഞ്ഞത് അത് ആൾക്കാർ വിശ്വസിക്കും, ഇത് വർക്കാവും എന്നുള്ളത്. സോ ആ കൺവിക്ഷനിൽ മുന്നോട്ട് പോയി ഫിലിം ഉണ്ടാക്കി എന്നുള്ളതല്ലാണ്ട് ഓഫ് കോഴ്സ് ദർ വിൽ ബി പ്രഷർ അല്ല, യാ I don't know how to say that, but equally there's always, I mean, pressure ചെറുതായിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം ആ ഫേസ് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ഫേസിൽ മൊത്തമായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നും, ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും അതിൻ്റെ ഒരു ടെൻഷനായിരിക്കും, അതിൻ്റെ പ്രഷറായിരിക്കും. കഥ എഴുതുമ്പോൾ ആ ഒരു ഫേസിലുണ്ടാകുന്ന ഒരു സ്ട്രെസ് ആയിരിക്കും. കാരണം ഇത് ക്യാരക്ടേഴ്സ് എല്ലാം ലോജിക്കലി കണക്റ്റ് ആവണം, ലാൻഡ് ആവണം. നമ്മളൊരിക്കൽ ഒരു ഫിലിം ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീവിസിറ്റ് ചെയ്തിട്ട് ഈ ഫിലിം വർക്കാവോ അങ്ങനെ ചിന്തയില്ല. വൺസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ആർ ഡൂയിങ് ദാറ്റ് ഫിലിം. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദർസ് നോ പ്രഷർ. ഈ പ്രണവിനെ കുറിച്ച് പറയുമ്പോഴേ, പ്രണവ് ഓൾ ടുഗെദർ ഭയങ്കര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ടറാണ്. കാരണം പ്രണവ് അങ്ങനെ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഈവൻ പ്രണവിൻ്റെ മൂവീസ് തന്നെ ഭയങ്കര കൗണ്ടിലാണെങ്കിലും ഭയങ്കര കുറവ് മൂവീസ് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ശരിക്കും പ്രണവിനെ ആക്ടർ ഒബ്സർവ് ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ആൻ ആക്ടർ? എനിക്ക് എൻ്റെ സ്റ്റോറിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണ് പ്രണവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി ഐ ഹവ് സീൻ ഹിസ് ഫിലിംസ്. സോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ള അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാനും കാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എൻ്റെയും വരുന്നത്. ദിസ് ആൻ വെരി നൈസ് ആക്ടർ. സോ എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു ക്യാരക്ടർ, റോഹൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പ്രണവ് ചെയ്താൽ നന്നായിരിക്കുന്നത്. സോ അത് ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്തു ആ ക്യാരക്ടറിനെ, റോഹൻ എന്ന് പറഞ്ഞ കഥാപാത്രം. സോ യാ, ഇറ്റ്സ് ഡൺ ആൻ അമേസിങ് ജോബ്. ഈ കിട്ടുന്ന ഫീഡ്ബാക്ക് ശരിക്കും എങ്ങനെ? ഈ ഭയങ്കര ക്ലോസിൽ ഷോട്ടുകൾ വെക്കുമ്പോൾ പ്രണവിന് ഭയങ്കര ഗ്രേസ് ഉണ്ടാവുന്നുണ്ട്. ശരിക്കും അത് ആ രീതിയിലുള്ള അപ്രിസിയേഷൻസ് എങ്ങനെയാണ് ഫീഡ്ബാക്ക് കിട്ടും? അത് ഭയങ്കര അവരെല്ലാവരും നോട്ടീസ് ചെയ്തു എന്നുള്ളതാണ്. സെയിം അത് ചില ഇമോഷൻസൊക്കെ ഭയങ്കരമായിട്ട് പ്രണവ് ആസ് എൻ ആക്ടർ ഹീസ് ഡൺ ദാറ്റ്. സോ ഹീസ് ഗിവൻ ദാറ്റ്, ക്യാപ്ചറിങ് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. സോ ഐ ക്യാപ്ചർഡ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. ആൻഡ് ഈ ശരിക്കും പറഞ്ഞാൽ ബാക്കി കാസ്റ്റിങ്ങിലേക്ക് എങ്ങനെ എത്തണേ ശരിക്കും? അരുണിലേക്കും ജിബിനിലേക്കും? അരുണിനെ എനിക്കറിയാം, പോസ്റ്റേഴ്സൊക്കെ അരുണാണ് ഭൂതകാലം തൊട്ട് ചെയ്തത്. സോ അരുണിനെ ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റൻ്റ്ലി മീറ്റ് ചെയ്യും, സംസാരിക്കും, വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഹാങ് ഔട്ട് ചെയ്യും. സോ അപ്പോൾ ഈ ക്യാരക്ടർ അരുണിൻ്റെ എഴുതുമ്പോൾ ഇതേമാതിരി അരുണിനെ തന്നെ വെച്ചിട്ടാണ് എഴുതിയത്. മാനറിസമൊക്കെ എനിക്കറിയാം, സംസാര രീതിയും അരുൺ അഭിനയിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അത് കറക്റ്റായിട്ട് അരുൺ ചെയ്തിട്ടുമുണ്ട്. ആ ഒരു ഹെൽപ്ലെസ് സ്റ്റേറ്റ്, ചിരിക്കാണ്ട് കരയാണ്ട് ഇരിക്കുന്ന ഒരു ഇത് അരുണിൻ്റെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് ഐ സോ ദാറ്റ്. സോ അരുണിൻ്റെ അത് പറഞ്ഞപ്പോൾ ഹി വാസ് ഹാപ്പി ടു ഡു ദാറ്റ്. അരുണിൻ്റെ ഒരു ഫിലിംസ് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു, ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അരുണിനെ എനിക്കറിയാം, അരുൺ ആസ് എ പേഴ്സൺ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അത് എൻ്റെ സിനിമയിൽ അത് കൊണ്ടുവരാൻ പറ്റി. അതേമാതിരി ജിബിനെ എനിക്ക് പേഴ്സണലി പരിചയമില്ല. പക്ഷേ ഈ കാസ്റ്റിങ്ങിൻ്റെ ഒരു ഫേസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദർ വാസ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അങ്ങനെ എൻ്റെ ഡയറക്ഷൻ ടീമിലെ ഒരു ടീം മെമ്പറാണ് പറഞ്ഞത് ദിസ് ഗായ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഐ സോ ജിബിൻ. അങ്ങനെ ജിബിനെ ഒരു ദിവസം വന്നു, മീറ്റ് ചെയ്തു. ജിബിൻ ഓണാവുന്നു.
ഈ രേവതി മാമിലേക്ക് ഭൂതകാലം എത്തുമ്പോഴേ രേവതി മാമിന് ആക്ച്വലി ഒരു ഹൊറർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. കാരണം പുള്ളിയെ പണ്ട് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ ഉണ്ട്, റാത്ത് പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഡൗൺ ദ ലൈൻ ആ അമ്മ മകൻ റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് രേവതി മാമിനെ ഭയങ്കര ക്യാച്ച് ആക്കിയത് കേട്ടിട്ടുണ്ട്. ശരിക്കും രേവതി മാമിനോടുള്ള ആ പ്രോസസ് ശരിക്കും എങ്ങനെയായിരുന്നു? രേവതി മാമിനെ ഞാൻ കോവിഡ് സമയത്താണ് വിളിക്കുന്നത്. കോവിഡിൻ്റെ മുമ്പാണ് ഞാൻ റീച്ച് ഔട്ട് ചെയ്തത്. അപ്പോൾ നമ്മളൊരു പടം ചെയ്യുക, അങ്ങനെ കഥയായിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഇടയിൽ കോവിഡ് നടന്നു. കോവിഡ് നടക്കുകയല്ല, അത് എനിക്ക് ഓർമ്മയില്ല. കഥ ഞാൻ പോയി പറഞ്ഞു. പിന്നെ അത് കുറച്ച് ഓണാവാൻ എനിക്ക് പ്രൊഡക്ഷനും എല്ലാം സെറ്റാവാൻ കുറച്ച് സമയം എടുത്തു. രേവതി മാം വന്നതിന് ശേഷമാണ് ഷെയ്ൻ വരുന്നത്. ഫസ്റ്റ് രേവതി മാമിൻ്റെ അടുത്താണ് പറഞ്ഞത്. ഷെയ്ൻ വന്നു, പിന്നെയാണ് അൻവറിക്ക വരുന്നതും അൻവർ റഷീദ് വരുന്നതും എല്ലാം അങ്ങനെ. സോ അത് കോവിഡിൻ്റെ സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. സോ അത് പ്രൊജക്റ്റ് ആവില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ അറിയാണ്ട് ഇങ്ങനെ വി വർ വെരി അൺപ്രെഡിക്റ്റബിൾ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിലായിരുന്നല്ലോ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അൺപ്രെഡിക്റ്റബിൾ ആൻഡ് അങ്ങനത്തെ ഒരു ഫേസിൽ എങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. ബട്ട് യാ ഫൈനലി അൻവറൊക്കെ കണ്ടപ്പോഴാണ് അത് നല്ല ഇതിലൊരു കഥയുണ്ട്, അത് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോഴാണ് അത് ആയി വന്ന് പ്രൊജക്റ്റ് ഓൺ ആവുന്നത്. ലിമിറ്റഡ് ക്രൂവിനെ വെച്ചിട്ടാണ് അതും ഷൂട്ട് ചെയ്തത്. 4 years back. കാരണം മാം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ഭൂതകാലത്തിന് കിട്ടുന്നത് അത് ശരിക്കും ആസ് എ ഡയറക്ടർ ഒരു പ്രൗഡ് മൂമെന്റ് അല്ലേ? കാരണം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും സ്റ്റേറ്റ് അവാർഡിൽ മമ്മൂക്കയുടെ പേര് പറയുന്നുണ്ട്. ശരിക്കും എങ്ങനെ ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബെസ്റ്റ് പെർഫോമൻസ് കിട്ടി അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പ്രൗഡ് ഫീൽ എന്തൊരു ഡയറക്ടർക്ക് ഉണ്ടാകുന്നു? ഓഫ് കോഴ്സ് അത് എല്ലാം ഹാപ്പിനെസ് തരുന്ന മൊമെൻറ്റ്സ് ആണ്. സോ അത് ഡെഫിനറ്റ്ലി ഐ ഫീൽ സോ പ്രൗഡ് of everything, everyone involved in the film. So it's a bonus. ഈ ഡാസറിലേക്ക് വരുമ്പോഴേ ഫേവറേറ്റ് ഷോട്ട് ഏതായിരുന്നു? ഫേവറേറ്റ് സീൻ കൺസീവ് ചെയ്തതിൽ? എവറി സീൻ ഹാസ് സംതിങ് സ്പെഷ്യൽ എന്ന് തോന്നി എനിക്ക് എല്ലാത്തിലും. എനിക്ക് മോൺടാജ് സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ വെയിറ്റ് ഫോർ ദ പെർട്ടിക്കുലർ ഡേ, ആ സീക്വൻസ് ഭയങ്കര ഇഷ്ടമാണ്. ദ ഫേവറേറ്റ് ഷോട്ട് ഇസ് ദ ലാസ്റ്റ് ഷോട്ട്, ദി എൻഡ് ഷോട്ട്, ഏറ്റവും ലാസ്റ്റ് ഷോട്ട്. ദാറ്റ്സ് ദ ഫേവറേറ്റ് ഷോട്ട്. ഒരുപാട് ഷോട്ട്സ് ഉണ്ട് അങ്ങനെ എടുത്തു പറയാനുള്ള ഒരുപാട് അങ്ങനത്തെ ഷോട്ട്സ് ഉണ്ട്. ഒരുപാട് സ്പോയിലർ ഇല്ലാണ്ട് ശരിക്കും എങ്ങനെയാണ് ഒരു ഡയറക്ടർ പ്രൊമോഷൻസിന് ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ള ടെൻഷൻ ശരിക്കും ഉണ്ടോ? യാ ആക്ച്വലി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് നിങ്ങൾ ചോദിക്കുന്നതും കൂടുതൽ ചോദിക്കാൻ ഐ എം നോട്ട് ഏബിൾ ടു ആൻസർ ലോട്ട് ഓഫ് തിങ്സ് ബിക്കോസ് spoilers ആവാം. സോ യാ ഫൈൻഡിങ് റൈറ്റ് ബാലൻസ് ആൻഡ് സേയിങ് ദ റൈറ്റ് വേർഡ്സ്, അതാണ്. ശരിക്കും അങ്ങനത്തെ ഒരു ടെൻഷൻ റിലീസ് ടൈമിലുണ്ടോ? പെട്ടെന്ന് ആൾക്കാർ എന്തെങ്കിലും സ്പോയിലർ വിഡോ റിവ്യൂസിലും അങ്ങനത്തെ ഒക്കെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? അതുണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളത് അത് അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഭയങ്കരമായിട്ട് റെസ്പെക്ട്. ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ മൈ ഓഡിയൻസ്. അത് അങ്ങനെ ആരും റിവീൽ ചെയ്യുന്നില്ല. അവരെല്ലാവരും പറയുന്നത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണൂ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫിലിം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ. ഇത്രയും ഡിസ്കഷൻസ് ഇപ്പം തന്നെ ഒരുപാട് കണ്ടു കാണുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും. ഹെവി സ്പോയിലർ അലർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെ, വാട്ട് ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ let them think എന്ന് പറഞ്ഞുള്ളൊരു? Yeah, it's many questions are left to interpretations. It's good. It activates some sort of discussion. The other film it will age well, it will travel well. Every film finds its own way. അപ്പോൾ അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി. അപ്പോൾ അതിനൊരു കൺക്ലൂഷൻ തന്നു കഴിഞ്ഞാൽ it ends there because you got the answer. But as long as you don't have the answer, the film can travel for some more time. അപ്പോൾ എല്ലാത്തിനും ആൻസർ അങ്ങനെ ഒരുപാട് റീസണബിളി സേഫ് ആയിട്ട് പറയാന്നുള്ളത്. ഈ ഒരുപാട് കമൻസ് ഉണ്ട്. ഇപ്പം ബോൺ ഇൻ പാലക്കാടാണ്,
അല്ലെങ്കിൽ ബ്രഹ്മയുഗം ആണെങ്കിൽ ബ്രഹ്മത്തിൽ ഒരു ഹെവിലി പാലക്കാട് ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ ആളുകൾ പറയുന്ന ഒരു ഒഡിയൻ്റെ ഒരു ഭയങ്കര ഓതൻറ്റിക് രാഹുൽ സദാശിവൻ വേർഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഡിസ്കഷൻസ് ഒക്കെ പലരും ഇങ്ങനെ കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയാസ് ഒക്കെ വരാറുണ്ടോ, ഓത്തൻറ്റിക് വേർഷൻ ഓഫ് ഹൊറർ ഒഡിയൻ? അറിഞ്ഞൂടാ, മേ ബി നോട്ട്, ഇറ്റ്സ് ടു ഏർലി ടു റിവീൽ ഒന്നും. എനിക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഐഡിയ, ബട്ട് കേട്ടിട്ടുണ്ടോ മുമ്പ് പറഞ്ഞാരെങ്കിലും? ഞാൻ ഓൺലൈനിലൊക്കെ വായിച്ചു, റെഡിറ്റിലൊക്കെ ആരൊക്കെയോ എഴുതിണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടായിരുന്നു വന്നാൽ കൊള്ളാം എന്നുള്ളതൊക്കെ. ബട്ട് ഐ ഡോണ്ട് നോ. ശരിക്കും അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ടോ പാലക്കാടിന്? സ്റ്റോറീസ് ഉണ്ട്, ബട്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് കുറച്ചും കൂടെ ഒരു കഴിഞ്ഞിട്ടായിരിക്കും. അത് ഇപ്പം ഞാൻ റിവീൽ ചെയ്താൽ അത് ടു ഏർലി ആയി പോകും. റൈറ്റ് ടൈമിൽ ഐ വിൽ. അടുത്തതൊരു ലാലേട്ടൻ പടമാണെന്നുള്ള റൂമേഴ്സുകളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. സൈഫൈ ബിഗ്ഗി എന്നൊക്കെ ഞങ്ങൾ വായിച്ചു. ഞാനും വായിച്ചു. അത് എവിടെ നിന്നാണ് വന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അതെ. ലാലേട്ടൻ ഫാമിലി ശരിക്കും എന്താ പറഞ്ഞത്? സുചിത്ര മാം ഒക്കെ പടം കണ്ട് എല്ലാവരും ഹാപ്പിയാണ്. അവര് എന്താ വേറെ വേർഷൻ ഓഫ് അപ്പു കണ്ടതിൽ അവരെത്രത്തോളം എക്സൈറ്റഡ് ആയി? ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി. ഞാൻ ഒരുപാട് ഹാപ്പി. ഈ യക്ഷി കോൺസെപ്റ്റുകളെ ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ നമ്മൾ ഒരുപാട് പടങ്ങളിൽ യക്ഷികളെ കണ്ടിട്ടുണ്ട്. ഫ്രം ദ ഫസ്റ്റ് സിനിമ, അല്ലെങ്കിൽ നമുക്ക് ഭാർഗവ നിലയം തൊട്ട് ഒരുപാട് യക്ഷികൾ. ബട്ട് ബ്രഹ്മയുഗത്തിലെ യക്ഷി ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കോളിനുള്ള, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു സിനിമ വേണമെന്ന് ഇനീഷ്യൽ ഡിസ്കഷൻസിൽ ഉണ്ടാവും. ഇനി എല്ലാ ടെംപ്ലേറ്റ്സ് ബ്രേക്ക് ചെയ്ത് പുതിയ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ചാലഞ്ച്. സോ അങ്ങനെ കോൺസെപ്റ്റ് സ്ഥിരം കാണുന്ന ഫോമാറ്റ് ബ്രേക്ക് ചെയ്ത് പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇനീഷ്യൽ ഡിസ്കഷനിൽ ഐഡിയ കൺസീവ് ചെയ്യുന്ന സമയത്തെ നമ്മൾ ആലോചിക്കും അതിനെക്കുറിച്ച്. എന്നിട്ടാണ് ഒരു ഐഡിയയിലേക്ക് വരിക തന്നെ. അത് എല്ലാത്തിലും എൻ്റെ ഒരു ഡിഫറൻസ് കാണണം, യുണീക്നെസ് കാണണം. എനി ഡിപ്പാർട്ട്മെൻറ്റ്, ഫിലിം ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് ആണെങ്കിലും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇതിലാണെങ്കിലും, കളറാണെങ്കിലും, മാർക്കറ്റിങ്ങിലാണെങ്കിലും, എൻ്റെ സ്കോർ ആണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, സൗണ്ട് ഡിസൈനിങ്ങിലാണെങ്കിലും, എല്ലാത്തിലും മിക്സിങ് പോലും എവറിത്തിങ് ഹാസ് ടു ഫീൽ ദാറ്റ് യുണീക്നെസ്. എന്നാലേ അത് മാറി നിൽക്കുള്ളൂ പടം. അപ്പം അത് ഇനീഷ്യൽ തോട്ടിലേ ഉണ്ടാവും. അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നു. മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ഭൂതാലം ചെയ്തതിൻ്റെ ഗോപി സുന്ദറാണ് ചെയ്തല്ലോ. അപ്പം അതെങ്ങനെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര മ്യൂസിക്കിൻ്റെ ആവശ്യകത ഇതിലില്ല, എന്താ റൂം ഫോർ പറയുന്നുണ്ടല്ലോ അദ്ദേഹം, അധികം മ്യൂസിക് നമുക്ക് ഇതിൽ ആവശ്യമില്ല. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ മ്യൂസിക്കിനും സൗണ്ടിനും എൻറ്റയർലി ഡിഫറൻസിനെ അറിയാൻ വേണം, ഹെവിലി തിയേറ്ററിക്കൽ ഡിമാൻഡഡ് ആണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, മ്യൂസിക് പ്രോസസ്സ്? മ്യൂസിക് ഇത് DSCയുടെ തിയേറ്റർ ഡിസൈൻഡ് ഫിലിമാണ്. അത് തിയേറ്ററിൽ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു രീതിയിലും ഇത് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ ദ ബെസ്റ്റ് ഫ്രൂട്ട്ഫുൾ ഈ ഒരു ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭൂതകാലം അങ്ങനെയായിരുന്നില്ല. ഭൂതകാലം ഡിസൈൻഡ് ഫോർ OTT. അപ്പോൾ അതിൽ കുറച്ചുകൂടെ സൈലൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. കാരണം ബിക്കോസ് അന്ന് ആ ഒരു സമയത്ത് ഓഡിയൻസ് കാണുന്നത് ഹെഡ്ഫോൺസിൽ വെച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ OTTയുടെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ മ്യൂസിക്കിന് സൈലൻസുള്ള സമയമുണ്ട്, സ്ലോ ആയിട്ടുള്ള സട്ടിലായിട്ടുള്ള ജസ്റ്റ് ഒമിനസ് ആയിട്ടുള്ള കുറച്ച് സ്കോർസും ഉണ്ട്. ബട്ട് അതേസമയം എൻഹാൻസ്ഡ് ആയിട്ടുള്ള എലിവേറ്റഡ് ആയിട്ടുള്ള പല പോയിൻറ്റ്സും ഉണ്ട്, പല സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ ഇറ്റ് പ്ലേസ് എ വെരി വൈറ്റൽ റോൾ ഇൻ സ്റ്റോറി ടെല്ലിംഗ്, എസ്പെഷ്യലി ഹൊറർ. കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ഹൊറർ മൂവി സജഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്തായിരിക്കും, ഏത് പടമായിരിക്കും? കുറേ ഫിലിംസ് ഉണ്ട്, ഒരുപാട് ഫിലിംസ് ഉണ്ട്, മെനി ഫിലിംസ്, ഒന്നെന്നേ പറയാൻ പറ്റില്ല, ഒരുപാട് ഫിലിംസ് ഉണ്ട്. ശരിക്കും അതിലൊരു ഇൻസ്പിറേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഡയസറിയിൽ? ഹോളിവുഡ് ഫിലിംസ് ഫിലിം ഇസ് ഡെഫിനറ്റ്ലി ആൻ ഇൻസ്പയർഡ് ഫോം. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഒന്നുമല്ല സിനിമ വന്നത് വെസ്റ്റ് നിന്നാണ് അവർ. അതേസമയം ഇവിടുത്തെ ഫിലിം മേക്കേഴ്സിനും ഐ ഹാവ് ഹ്യൂജ് ഇൻസ്പയർഡ് ബൈ സത്യജിത് റേ ഫിലിംസ്. അങ്ങനെയാണ് ബ്രഹ്മയുഗത്തിൽ പല നേച്ചറുടെ സീക്വൻസ് ഒക്കെ ഇൻസ്പയർഡ് ഫ്രം ലോട്ട് ഓഫ് ഹിസ് ഫിലിംസ്. സോ ദ portrayal of very realistic characters is also inspired from few of our filmmakers. It's an inspired art form അല്ലേ അത്. നമ്മൾ definitely we see things and we want to recreate or replicate or
ഇൻ വെരി ഡിഫറെൻറ്റ് ഫോർമാറ്റ് അത് നടക്കുമല്ലോ ഡെഫിനറ്റ്ലി. ഈ ശരിക്കും ഹൊററിൽ തന്നെ പല രീതിയിലുള്ള ജോണർ എക്സ്പോഷർ ഇപ്പോൾ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ബ്രഹ്മയുഗം ഒരു കൈൻഡ് ഓഫ് ജോണർ അല്ലെ, ഈ ഭൂതകാലമാണെങ്കിലും. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എവ്രി വൺ ഇസ് ടോക്കിംഗ് അബൌട്ട് ഹൊറർ കോമഡി. ശരിക്കും രാഹുൽ സദാശിവം അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടോ ഹൊറർ കോമഡി? ഇല്ല, ഇറ്റ്സ് അങ്ങനെ ഒരു ഐഡിയ ഇതുവരെ വന്നിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. ഹൊറർ കോമഡി ഒന്നുമില്ല. കുറേ ഹൊറർ കോമഡീസ് വരുന്നുണ്ട്, അത് എൻജോയ് ചെയ്യാറുണ്ട്? പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് ഫിലിംസ് ഉണ്ട്, തമിഴ് മലയാളം ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്. ഞാൻ ഇരുന്ന് ചിരിക്കും, എൻജോയ് ചെയ്യാണ്. പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് നോ ഐഡിയ. ഇനിയും ഹൊറർ മൂവീസ് ഉണ്ടോ പ്ലാനിങ്ങിൽ? പ്ലാൻസിലുണ്ട്, ബട്ട് ഇപ്പൊ ടു ഏർലി ടു റിവീൽ. ഇപ്പം ഈ ഹൊറർ ജോണറിൽ ഈ ഹ്യൂമൻ ഇമോഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം അവരുടെ ഇമോഷൻസും അല്ലെങ്കിൽ അവർ ഉണ്ടാകുന്ന സ്റ്റേജും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ ഓരോ സീൻ എഴുതുമ്പോൾ ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും എങ്ങനെ അത് ട്രാവൽ ചെയ്യണം? കാരണം മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഒരു ടൈമിൽ ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടാവും. ശരിക്കും അതെങ്ങനെയാണ് ആ സൈക്കോളജി മനസ്സിലാക്കാൻ പറ്റണത്? അത് മാക്സിമം റൂട്ടഡ് ആക്കുക ക്യാരക്ടേഴ്സിനെ. നമ്മൾ ഇപ്പോൾ ഈ DSCയിലും പല ക്ലാസ്സിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെല്ലാവർക്കും they portray different kinds of emotions, they battle different kinds of things daily life. They have different issues, everyone has different kinds of problems. So adu, and then for a common cause they connect. അപ്പോൾ അത് that common cause is fear. അപ്പോൾ അത് just to it's how the character is written, and അവർ നോയിങ് ബീങ് വൾണറബിൾ ഇസ് എനിക്ക് തോന്നുന്ന ഈ ഒരു സിനിമയിൽ ഇറ്റ്സ് വാട്ട് ഐ ട്രൈ ടു പോർട്രേ. ബീങ് വെരി വൾണറബിൾ ആൻഡ് ഹെൽപ്ലെസ് സ്റ്റേറ്റ് ഓഫ് സിറ്റുവേഷൻ. അങ്ങനെയൊക്കെയാണ് ബ്ലെൻഡ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടറിലേക്ക് എത്തുന്നത്. ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും തമ്മിൽ ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണാറുണ്ടോ എഴുതുമ്പോഴൊക്കെ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഡീപ്പായിട്ട് പോയിട്ടേ ഇല്ല. ജസ്റ്റ് ഐ എൻജോയ് ഫിലിം. അത് വാട്ട് എക്സൈറ്റ് ദി ഓഡിയൻസ് മാത്രമേ അങ്ങനെ ഞാൻ ആലോചിച്ചു. ഒരു സീൻ എഴുതുമ്പോൾ ഓക്കെ ദിസ് സീൻ ഇങ്ങനെ ഇറ്റ് ഹാസ് ടു വർക്ക് ഈ രീതിയിൽ. എൻ്റെ വേറെ ഡയമെൻഷൻസിനെ കുറിച്ചൊന്നും ഞാൻ ഈ നമ്മൾ പണ്ടെപ്പോഴും ഓരോ കാണുമ്പോഴത്തേക്കും മേ ബി ഗുഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ബാഡ് സ്പിരിറ്റ് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ടല്ലോ. മേ ബി ഡയസ്രയിൽ ഞങ്ങൾ മനസ്സിലാക്കാത്ത ഒരുപാട് അങ്ങനത്തെ ഒരു സൈഡ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെന്ത് ചെയ്യുക? ഗുഡ് സ്പിരിറ്റ് ആൻഡ് ബാഡ് സ്പിരിറ്റിന് അങ്ങനെയില്ല. there is no good spirit, there is no bad spirit, because I don't know what is a spirit. എനിക്കിട്ട് അറിഞ്ഞൂടാ. It's just my version of my portrayal of a character. അത്ര എനിക്കറിയുള്ളൂ. it's something എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യം. There is no logic, there is no rules, there is no certain എന്താ പറയുക, there are no limitations. It can do anything, it can't do anything. So അങ്ങനെ സെറ്റ് ഓഫ് റൂൾസ് ഇല്ല, because I itself don't know what can happen, what may happen, I don't know. So ശരിക്കും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ചെറുപ്പത്തില് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ലല്ലോ. അല്ല, ഞാൻ വല്ല ഫീൽ ചെയ്തിട്ടുണ്ടോ ഒരു പ്രേതം കൈൻഡ് ഓഫ് മൂവ്മെന്റ്? ഈ ശരിക്കും പറയാലോ, ഇപ്പോൾ ഈ തിയേറ്ററിൽ ഹോൾ ഓഡിയൻസ് ക്ലാപ്പ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. ദാറ്റ് ആർട്ടിസ്റ്റ് സൈജു കുറുപ്പ്. സോ എന്തായിരുന്നു ആ കണക്ഷൻ, ഭൂതകാലം കണക്ഷൻ? ബിക്കോസ് ആ ആർട്ടിസ്റ്റ് ലാസ്റ്റ് വരുന്നതാണല്ലോ, അവർ മീറ്റ് ചെയ്യാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് വരുന്നതാണ്. സോ അത് ദാറ്റ്സ് എ കണക്ഷൻ, ദാറ്റ്സ് ദി ഓൺലി കണക്ഷൻ. അതിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട്. അത് മേ ബി ഡൗൺ ദ ലൈൻ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫിലിം ആക്കാനുള്ള പോസിബിലിറ്റി, ഒരു വിൻഡോ ഉണ്ട്. ഒരു RHU രാഹുൽ ഹൊറർ നോ യൂണിവേഴ്സ്. ഞാൻ അങ്ങനത്തെ ഒന്നും പ്ലാൻ ചെയ്തില്ല. ദർസ് നോ യൂണിവേഴ്സ് ഫോർ മീ, മൈ ഫിലിംസ്, നത്തിങ്. ഇത് ഭയങ്കര ഓർഗാനിക് ആയിട്ട് വന്നതാണ്. ദർസ് നോ സച്ച് തിങ്സ് കോൾഡ് യൂണിവേഴ്സ്. ഡയസ്രയ്ക്ക് സീക്വൽ എപ്പോഴായിരിക്കും അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. സീക്വൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് മേ ബി ദ പോസിബിലിറ്റി ഓഫ് ജോർജ് ആൻഡ് മധു യുണൈറ്റിംഗ് ഇസ് ഹ്യൂജ്. അത് ഭയങ്കര ഒരു പോസിബിലിറ്റിയാണ്. ദാറ്റ്സ് വെരി എക്സൈറ്റിംഗ്. പക്ഷെ അത് എന്താണ് എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദാറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റോറി ടു ബി ടോൾഡ്. ബിഫോർ കൺക്ലൂഡ്, ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഐ ഡോണ്ട് നോ പേഴ്സണലി. ഐ ഡോണ്ട് നോ. എനിക്ക് അറിഞ്ഞൂടാ വാട്ട് ഇസ് ദാറ്റ്.
ഇല്ല അങ്ങനെയാണ്. ഇസ് നോട്ട് ദർ. എഴുതുമ്പോ ഒക്കെ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒരു സൈഡിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന താല്പര്യമുണ്ടോ? ഐ മീൻ നമ്മൾ ട്രാവൽ ചെയ്യുമല്ലോ ഇതിനെക്കുറിച്ച്. ഒരു എഴുതുമ്പോൾ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ വിശ്വസിക്കും. ആ കോൺസെപ്റ്റിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. അത് ഞാനിപ്പോൾ ദൈവത്തിനെ കുറിച്ചാണ് ഒരു കഥ എഴുതുന്നത് വെച്ചാൽ ഞാൻ വിശ്വസിച്ചിട്ട് എഴുതും. ഇഫ് യു ആസ്ക് മീ ഇസ് ദർ ഗുഡ്, ഇസ് ദർ ഈവിൾ, ഓഫ് കോഴ്സ് ദർ ഇസ് ഗുഡ് ആൻഡ് ഈവിൾ, ബട്ട് ഡിഫറെൻറ്റ് യു സീ ഇറ്റ് അറൗണ്ട്. ബട്ട് ഇൻ സർട്ടൻ ഫോം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഐ ആബ്സല്യൂട്ട്ലി ഹാവ് നോ ഐഡിയ. ഇറ്റ്സ് ജസ്റ്റ് എ ഫിലിം. ഇപ്പോൾ ലാലേട്ടൻ പടത്തിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ കേൾക്കുന്നൊരു മമ്മൂക്ക റീയൂണിയൻ കൂടെ കേൾക്കുന്നുണ്ട്. ഇസായിട്ട് അത് ടോക്സിലുണ്ടായിരുന്നു ഒരു മമ്മൂക്ക പടം? ഡെഫിനറ്റ്ലി ലാൽ സാറെ വെച്ചും മമ്മൂക്കയെ വെച്ചും ചെയ്യാനൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. എനിക്കും വളരെ അധികം ആഗ്രഹമുണ്ട്. ഇറ്റ്സ് എ ഡ്രീം ടു ഡു ഫിലിംസ് വിത്ത് ദം. ബട്ട് ഞാൻ കോൺസെപ്റ്റ്സ് ഒക്കെ എഴുതുന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഇപ്പോഴത്തേക്ക് ഞാൻ ആർക്കും ഐഡിയ പിച്ച് ചെയ്തിട്ടോ കമ്മിറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുപാട് പേടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ്. ഭൂതാലം കണ്ടിട്ട് ആക്ച്വലി ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. ഡേസറ കണ്ട രാത്രിയാണെന്നെങ്കിലും ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നും ആ ഒരു ജോണർ വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളെ വിസ്മയിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിങ്. താങ്ക് യു.